ഗാദി ബോർഡ് LDCയുടെ 5th ഫേസിലൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയ അല്ലെങ്കിൽ മെജോറിറ്റി ആൻസർ കിട്ടിയ ആൾക്കാർക്ക് എന്താ ഓപ്ഷൻ നോക്കി ഓപ്ഷനിലെ ഓരോ ഓപ്ഷൻ ഇട്ട് നോക്കി ആ ഒരു കണ്ടീഷൻ ഓക്കെ ആണെന്ന് നോക്കിയിട്ടായിരിക്കും ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ എന്തായിരിക്കും സ്കിപ്പ് അടിച്ചിട്ടുണ്ടാവും, തെറ്റിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ആൻസർ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും 70 ആണ് എന്ന്. ഓപ്ഷൻ നോക്കി എല്ലാവർക്കും അറിയുന്നുണ്ടാവും 70 ആണ്. അപ്പോൾ എന്താണ്, ആദ്യത്തെ ഓപ്ഷൻ 70 ആണ്. 70 ഇട്ടപ്പോൾ കറക്റ്റായി ആൻസർ കിട്ടി, പെട്ടെന്ന് കിട്ടി. ഇനി 70 അല്ലെങ്കിലോ 54 ഇടണം. അത് അല്ലെങ്കിൽ എന്താണ് 84 ഇടണം. അപ്പോൾ നോക്കി സമയം പോവുകയാണ്. ഓപ്ഷൻ ഇട്ടിട്ട് ഓപ്ഷൻ നോക്കി ചെയ്യുമ്പോൾ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ സ്പീഡ് അല്ലെങ്കിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. സ്പീഡ് അല്ലെങ്കിൽ എന്താണ് സമയം പോയി കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ഓപ്ഷൻ ചെക്ക് ചെയ്ത് പോകണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിയേ. എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് ബിക്ക് കിട്ടുന്നു. ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാകത്തക്ക വിധത്തിൽ 124 രൂപ എക്കും ബിക്കും വീതിച്ചു നൽകിയാൽ എക്ക് കിട്ടുന്നത് എത്ര? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അവിടെ നിന്ന് വായിച്ച് രണ്ടാമത്തെ ലൈനിലേക്ക് പോകുമ്പോൾ വീണ്ടും കൺഫ്യൂഷനായി. അങ്ങനെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടല്ലേ. നാക്കുളിക്കുന്നൊക്കെ പറയുന്ന പോലെ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നാം. നോക്കി, ക്വസ്റ്റ്യൻ ഒന്നുകൂടി വ്യക്തമാക്കി വായിക്കുകയാണെങ്കിൽ എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാകത്തക്ക വിധത്തിൽ 124 രൂപ എക്കും ബിക്കും വീതിച്ചു നൽകിയാൽ എക്ക് കിട്ടുന്ന തുക എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എക്ക് എത്രയോ തുക കിട്ടുന്നുണ്ട്, ബിക്ക് എത്രയോ തുക കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ്, എക്ക് കിട്ടിയ തുകയുടെ 4 മടങ്ങ് എന്താണ് ബിക്ക് കിട്ടിയ തുകയുടെ 10ക്കാൾ കൂടുതലായിരിക്കും. അതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ അല്ലേ. ഓക്കെ, എയുണ്ട് ബിയുണ്ട്. എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് എന്ന് പറയുമ്പോൾ 4A ആയി. ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ 5B ആയി. ഇതെന്താണ്, എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാകത്തക്ക വിധത്തിൽ. അപ്പോൾ നോക്കിയേ, എക്ക് കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാണ്. ഇപ്പോൾ ഫസ്റ്റത്തെ ഓക്കെ, കണ്ടീഷൻ ഓക്കെ ആയോ? അപ്പോൾ ഓക്കെ, ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 4A മൈനസ് 5B = 10 എന്ന് കൊടുക്കാം. ഓക്കെ, ഈ കണ്ടീഷൻ ഇതിലെന്താണ്, ഈ കണ്ടീഷനിൽ എന്താണ്, ഈ കണ്ടീഷനിൽ ഓരോ ഓപ്ഷൻ കൊടുത്തു നോക്കുക. 70 കൊടുത്തു നോക്കുക. 124 രൂപീസാണ് ഭാഗിക്കേണ്ടത്. 124 എന്താണ് 70 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടായിരിക്കും, 54 ഉണ്ടായിരിക്കും. 54B ആയിരിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടീഷൻ ഓക്കെ ആണോ നോക്കുക. അങ്ങനെ ചെയ്ത് വരാം. അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഇക്വേഷൻ ആയിട്ട് 4A മൈനസ് 5B = 10 ആണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്, എക്കും ബിക്കും 124 രൂപ എക്കും ബിക്കും വീതിച്ച് നൽകിയാൽ. അപ്പോൾ നോക്കി, 124 രൂപയുണ്ട്. അതെന്താണ്, എക്കും ബിക്കും വീതിച്ച് നൽകുകയാണ്. അതായത് എക്കും ബിക്കും കിട്ടിയ തുക കൂട്ടി കഴിഞ്ഞാൽ എന്താണ് 124 രൂപ കിട്ടും. രണ്ടാമത്തെ ഇക്വേഷൻ. 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എയിലും ബിയിലുമുള്ള 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 2 വേരിയബിളുള്ള 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് സോൾവ് ചെയ്തൊരു വാല്യൂ കണ്ടുപിടിച്ചൂടെ. നോക്കി, 4A മൈനസ് 5B = 10, A പ്ലസ് B = 124. നോക്കി, കുറച്ചാൽ എന്താണ്, ഒരേ വേരിയബിൾ ഉണ്ട്, 2 വേരിയബിളാണ്. നോക്കി, ഇവിടെ 5B ആണെങ്കിൽ ഇത് അങ്ങോട്ട് കൂട്ടിയാൽ മതി. രണ്ടും കൂട്ടിയാൽ മൈനസ് 5Bയും പ്ലസ് 5Bയും കൂട്ടുമ്പോൾ B ക്യാൻസലാവും, എയിലും മാത്രമുള്ള വാല്യൂ കിട്ടും. ഇപ്പോൾ ഇവിടെ 5 ആകാൻ വേണ്ടി എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഇക്വേഷൻ 5 കൊണ്ട് ഗുണിക്കുന്നു. 5A പ്ലസ് 5B = ഇതിന് 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 5 × 100 500, 5 × 24 120, 620 എന്ന് കിട്ടും. മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇനി രണ്ടാമത്തെ ഇക്വേഷന് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 1ഉം 3ഉം കമ്പയർ ചെയ്യാം. നോക്കി, 1ഉം 3ഉം കൂട്ടിയ ഒന്നാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും കൂട്ടുമ്പോൾ 4A മൈനസ് 5B പ്ലസ് 5A പ്ലസ് 5B മൈനസ് 5Bയും പ്ലസ് 5Bയും എന്തായി, കട്ടായിപ്പോയി. ദെൻ 4Aയും 5Aയും കൂട്ടുമ്പോൾ 9A എന്ന് കിട്ടും. 9A = 10ഉം 620ഉം 630 എന്ന് കിട്ടും. A = 630 / 9 = 70 എന്ന് കിട്ടും. 70 എന്ന് കിട്ടും. നമ്മളെ ആൻസർ എന്തായി, എക്ക് കിട്ടുന്ന തുക എത്ര, 70. അത് തന്നെയല്ലേ നമ്മൾ ഓപ്ഷനിലിട്ട് ചെയ്തപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓപ്ഷൻ ആകുമ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ 70 ആയതുകൊണ്ട് എന്താണ്, ഈസിയാണ്. അത് ചെക്ക് ചെയ്യുമ്പോൾ ആൻസർ കറക്റ്റ് ആകുന്നുണ്ട്. അത് തന്നെയാണ് ആൻസർ. ഇനി ഓപ്ഷൻ 70 അല്ലെങ്കിലോ അടുത്ത് നോക്കണം. ടൈം പോവല്ലേ. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പഠിക്കല്ലേ ഏറ്റവും ഈസി. 2 ഇക്വേഷൻ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആ ഇക്വേഷൻ എഴുതുന്നു, രണ്ടാമത്തെ ഇക്വേഷൻ എഴുതുന്നു, സോൾവ് ചെയ്യുന്നു, ആൻസറിലേക്ക് പോകുന്നു. ഓക്കെ.